ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡ്ഡൻ ആൻഡ് കൽമാസ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഫ്താറൊക്കെ അല്ലേ വരുന്നത്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പൊള്ളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ കാണുന്ന മുഞ്ച് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും കണ്ണൂരുകാരുടെ പേഴ്സണൽ റെസിപ്പിയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും തയ്യാറാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കൽമാസിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 85-90% മാത്രം സവാളയൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് ആ ഒരു വെള്ളം വരുന്ന രീതിയിലൊന്നും സവാള മസാലയ്ക്ക് ഒരിക്കലും ആക്കിയെടുക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ മതിയേ. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ട് മിക്സിയിൽ തന്നെ ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 3ഉം കൂടി ഏതാണ്ട് 2-2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കണം, അല്ലാതെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ്റെ കറക്റ്റുള്ള അളവൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ താല്പര്യം ഈ ഒരു മസാലയിൽ നിന്ന് കടിക്കുമ്പോൾ കിട്ടേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ചിക്കൻ ഒരു അത്യാവശ്യം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. സവാളയും ചിക്കനും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കടിക്കുന്ന സമയത്ത് നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് അത്യാവശ്യം എന്തായാലും വെള്ളം വരുമല്ലോ ചിക്കനിൽ നിന്ന്. അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യുക, വെള്ളം ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കുന്ന സമയത്തും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ മസാലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നിർബന്ധമായിട്ട് ചേർക്കണം, എങ്കിലേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ മസാലയ്ക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ പരിപാടിയും കൂടെ ഉള്ളൂ. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരും ഈ ഒരു മസാലയിൽ നിന്ന്. അതുപോലെ തന്നെ എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രമല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ ഈ ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ വരും കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യുക. കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മാത്രമാണേ. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൽമാസിന് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുന്നത് നോർമലി നമ്മൾ പത്തിരിയൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന സെയിം അരിപ്പൊടി തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന പൊടി. അതാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 8-9 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിപ്പൊടി ആയതുകൊണ്ട് അതിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക മാത്രം ചെയ്യുക. ആ ജീരകവും തേങ്ങയിലൊന്ന് ഒതുങ്ങി കിട്ടുന്ന ആ ഒരു രീതിയിൽ മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ജീരകമെല്ലാം ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലായിട്ട് മാറിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുന്നതിന് മുന്നേറ്റ്. കാരണം ആ തേങ്ങയൊക്കെ ഒന്ന് നമ്മുടെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. ആ ഒരു രീതിയിലൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കുക. നല്ല തിളക്കുന്ന വെള്ളം തന്നെ വേണേ, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആദ്യം തന്നെ മാവൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നന്നായിട്ട് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വേണമെന്ന്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം, നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ. അപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ടല്ലോ, ചെറിയൊരു ചൂടൊന്ന് തണിഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് അത്യാവശ്യം ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ നോർമലി കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ. കാരണം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ കൽമാസ് സോഫ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുഴങ്ങലരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് അരി അരച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഓൾറെഡി നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ കുഴച്ചെടുത്താലേ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ കുഴച്ചെടുക്കുക. നല്ലൊരു സോഫ്റ്റ് മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഇത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കൽമാസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ കൽമാസ് ഫില്ലിംഗ് ഒക്കെ വെച്ച് ഉരുട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൽമാസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് മുകളിലത്തെ ആ തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ ഒന്ന് കയ്യിൽ തൊടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇനി ഇതുപോലൊരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ സ്റ്റീമറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ തട്ടിൻ്റെ അടിയിലായിട്ട് ഓയിൽ നന്നായിട്ട് തടവി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുട്ടി വെക്കുന്ന സമയത്ത് അവിടെ പറ്റി പിടിക്കില്ലല്ലോ കൽമാസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഴയില കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് കൂടുതലും കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വാഴയില നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഓയിൽ തടവിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വാഴയില കിട്ടുവാണെങ്കിൽ അത് അടിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉരുട്ടി വെച്ച് കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൊട്ടിട്ട് കയ്യിൽ രണ്ടിലും നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബോൾസിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ, ഉണ്ടയുടെ വലുപ്പം. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയിട്ട് ചെറുങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിങ് ആവശ്യം അത് വെച്ച് കൊടുക്കാം. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഉള്ളതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഉന്നക്കായുടെ സെയിം ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം മുകൾ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ കവർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ പുറത്തായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ എല്ലാം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൈയുടെ ഈ ഒരു സൈഡില്ലേ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇപ്പം തൊട്ട് കാണിക്കുന്ന ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് നമുക്ക് ഉന്നക്കായ് പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു നല്ല കണ്ടില്ല അറ്റം കൂർത്തിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഈ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ കൈയുടെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഉന്നക്കായുടെ പെർഫെക്ഷനായിട്ട് വരിക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് ചെയ്യാനും പറ്റും ഈ ഒരു രീതി ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് തന്നെ എപ്പോഴും മൈൻഡിൽ വെച്ചോ കേട്ടോ. ഉന്നക്കായൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കൈയുടെ ഈ ഭാഗം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓയിൽ തൊട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബോൾസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള അത്ര ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉന്നക്കായുടെ ഷേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതുപോലെ കൈയുടെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് കൽമാസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൽമാസ് കണ്ടിട്ട് ഈസി ആയിട്ട് ചെയ്തെടുത്തില്ല. ഇനി ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ മുഴുവൻ കൽമാസും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് എനിക്ക് ഏതാണ്ട് 10-12 കൽമാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തട്ടിലാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് മാത്രമേ കേട്ടോ എനിക്ക് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിലൊക്കെ വ്യത്യാസം വരുമല്ലോ, അതിനനുസരിച്ച് വേവിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളൊരു 1/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ വെന്തോന്നുള്ളത്. അങ്ങനെ നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റാണ് കേട്ടോ എനിക്ക് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നല്ല ഒന്നും പൊട്ടിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആവി ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളും, പൊട്ടിപ്പോകുന്ന ടെൻഷനൊന്നും വേണ്ട. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കൽമാസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കൽമാസിനനുസരിച്ചിട്ട് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ലൂസ് അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് മുളകൊക്കെ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ആ ഒരു കൽമാസ് ഇതിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൽമാസ് ഉണ്ടല്ലോ, ഒന്നും പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു മുളകിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ കോട്ട് ചെയ്യേണ്ട കേട്ടോ. വേവിച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഒറിജിനൽ കൽമാസിൻ്റെ പെർഫെക്ഷനും ടേസ്റ്റും കിട്ടണമെങ്കിൽ ഇതുപോലെ മുളകിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തേ പറ്റൂ. ഇനി നമുക്ക് ഈ ഒരു കൽമാസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ കൽമാസായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു മുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് മാത്രമായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഉടനെ തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 3-4 മിനിറ്റ് മാത്രം മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, ഉടനെ എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. തട്ടുകടയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് ആൾക്കാർ. അപ്പോൾ ക്യൂ ഒക്കെ നിന്നിട്ടായിരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടാകുക ഇഫ്താറിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഉണക്കിയിട്ട് ഒരിക്കലും പൊരിക്കരുത്, ജസ്റ്റ് ഒന്ന് ഇടുക, ഷാലോ ഫ്രൈ ചെയ്യുക, എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ മുഴുവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അടുത്തത് ഇനി എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ തന്നെ എണ്ണയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മൊഞ്ചില്ല, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇഫ്താറിന് എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല നൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്